കുറേ ദിവസം കൊണ്ട് അമ്മ പറയുന്നതാണ് കേട്ടോ, ഈ വളർന്ന് നിൽക്കുന്ന റോസാക്കമ്പുകളൊക്കെ ഇല്ലേ, അതായത് പൂവൊക്കെ ഇട്ട് തീർന്നത്, അതെല്ലാം ഒന്ന് ഗ്രൂം ചെയ്തെടുക്കണമെന്ന്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ പീസുകളൊക്കെ അമ്മ അതാ നട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നട്ടിട്ട് ഉണ്ടായതൊക്കെയാണ് കേട്ടോ ചില റോസകളൊക്കെ. പിന്നെ ഇവിടെ വേറൊരു കാര്യമുണ്ട്, അമ്മ എന്ത് സാധനങ്ങളും നട്ടാലും നമ്മൾ പിടിക്കത്തില്ല എന്ന് വിചാരിക്കും, പക്ഷെ അത് നന്നായിട്ട് വളർന്നു വരും കേട്ടോ. അമ്മയ്ക്ക് നല്ല കൈപ്പുണ്യമാണ് ചെടി നടുന്ന കാര്യത്തിലാണെങ്കിലും. എല്ലാം തന്നെ നടുന്നത് അമ്മയാണേ. അപ്പോൾ റോസാപ്പൂക്കൾ വിരിഞ്ഞ് തീർന്ന കമ്പുകളും പിന്നെ ഇങ്ങനെ നീണ്ടു പോയേക്കുന്ന കൊമ്പും എല്ലാം ഒന്ന് വെട്ടിക്കൊടുത്തു കേട്ടോ. അല്ലെങ്കിൽ പൂ വിരിയുമ്പോൾ കാണാൻ ഭംഗിയുണ്ടാകത്തില്ല. അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് ഗ്രൂം ചെയ്ത് കൊടുത്തായിരുന്നേ. ഇന്ന് എന്നാന്നറിയത്തില്ല, അഞ്ചുരുളിയുടെ ആ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേക വെട്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നേ. നല്ല രസമുണ്ടായിരുന്നു. ഈ ഡാലിയപ്പൂ ഇത്രയായിട്ടുണ്ട് കേട്ടോ. എനിക്കെന്തോ ഈ ഒരു കളറിനോട് വലിയൊരു താല്പര്യമില്ലേ. വേറെ കളേഴ്സൊക്കെ ഉണ്ട്, വിരിയുമ്പോൾ കാണിച്ചു തരാവേ. 2 കളറ് ഒന്നിച്ചുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അത് അമ്മ ഓരോ റോസാ ചെടിയുടെയും കൊമ്പുകളൊന്നും നഷ്ടപ്പെടുത്താതെ നട്ടു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ചെറിയ ചെറിയ പീസുകൾ പിടിപ്പിച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ ഇഷ്ടംപോലെ റോസ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കുന്നത്. ഇങ്ങനത്തെ ചെറിയൊരു കമ്പ് ആദ്യമേ ചെടിച്ചട്ടിയിലൊന്ന് നട്ടുപിടിപ്പിക്കും, പിന്നെ അത് പിടിച്ച് വരുമ്പോൾ അമ്മ മണ്ണിലേക്ക് കുഴിച്ചിടാറാണ് കേട്ടോ പതിവ്. പുതിയ ഏതോ ഒരു ചെടി കിട്ടിയിട്ടുണ്ട് കേട്ടോ, അതാണ് ഈ ഒരു കൊമ്പ് അവിടെ നട്ടേക്കുന്നത്. അതേക്കുറിച്ച് ഇങ്ങനെ അമ്മ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നേ. വൈകുന്നേരമാണെങ്കിൽ മഴ ചാറുന്നുമുണ്ട്, അതിൻ്റെ കൂടെ തന്നെ പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് നല്ലൊരു വെട്ടവും കൂടെ വരികയാണ് കേട്ടോ. കാണാൻ എന്താ രസമെന്ന്, എനിക്ക് ഈ ഫോണിൽ കൂടെ എത്രത്തോളം നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അത്രയ്ക്കും ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ആ വഴി സൈഡിൽ കൂടെ ഇങ്ങനത്തെ പുല്ലൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താ റോഡിലേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് വിഷ്വൽസൊക്കെ എടുക്കാൻ നോക്കി കേട്ടോ. അപ്പോഴത്തേക്കും നന്നായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നേ. അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു വെയിലും. പിന്നെ ആകാശത്ത് നിന്ന് എന്തോ ഒരു പ്രത്യേക വെട്ടം ഇങ്ങനെ അഞ്ചുരുളിയുടെ ആ സൈഡിലേക്ക് ഇങ്ങനെ ലൈറ്റ് കൊടുക്കുന്ന പോലെ കേട്ടോ. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, നല്ല രസമുണ്ടായിരുന്നേ കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും സൂര്യൻ അസ്തമിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനത്തെ വെട്ടം. ഇങ്ങനത്തെ പുല്ല് നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. കുറേ കാലമായിട്ട് ഇത് ഇവിടെ ഉണ്ടായിരുന്ന കേട്ടോ, പക്ഷേ ഇത് വളർച്ചയൊന്നും ശരിയാവുന്നില്ലാത്ത കാരണം അമ്മ ഒരു ചെടിച്ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ടേ. അപ്പോൾ ഇന്നത്തോടെ അമ്മയുടെ ഗ്രൂമിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ആ പറഞ്ഞ വെട്ടം. നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഞാനിന്ന് കുറേ നേരം അവിടെ നോക്കി നിന്നായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഇവൻ്റെ കൂടെ കളിച്ചേ.